അപ്പോൾ ഒരു ചെറിയൊരു പ്രശ്നം പറ്റിയിട്ടുണ്ട്. മാമൻ്റെ ടിക്കറ്റിന് മാത്രം പേര് മാറിക്കിടക്കുവാണ്. അത് കാരണം കൊണ്ട് ടിക്കറ്റ് അവർ തരുന്നില്ല. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്നൊരു പിടിയില്ല. ബോർഡിംഗ് പാസ് തന്നില്ല. കാരണം മാമൻ്റെ പേര് മാറിക്കിടന്ന കാരണം കൊണ്ട് ഞങ്ങളിപ്പോൾ സംസാരിച്ചിരിക്കുകയാണ്. നേരെ വെസ്റ്റ് ബംഗാളിലോട്ടുള്ള പോക്കാണിപ്പോൾ. പപ്പയുടെ ഇതിന് വേണ്ടിയിട്ട് എന്താ വേണ്ടേ, റിട്ടയർമെൻറ്റിന് വേണ്ടിയിട്ട് ഒരാഴ്ചത്തേക്ക് ഞങ്ങൾ പോകും. മാമൻ്റെ ഒരു ചെറിയൊരു പ്രശ്നം വന്നേക്കുക. ബോർഡിംഗ് പാസ് കിട്ടുന്ന പേര് ബ്രത്തന് ഭരതൻ എന്നുള്ളതിന് ഓരോട്ട് ബ്രത്തൻ എഴുതി വെച്ചേക്കുക. ആരാ എൻ്റെയും അനുവിൻ്റെയും ബാബയുടെയും ടിക്കറ്റ് ശരിയായിട്ടുണ്ട് കേട്ടോ. ആദ്യഭാവ അത് ഇവിടെ ഭയങ്കര കളിയാണ്. മനു ഇപ്പോൾ പോയേക്കുക. ഇവൻ്റെ കൂട്ടത്തിൽ ആരെങ്കിലും വേണ്ടേ, അവൾ പോയിട്ട് സംസാരിക്കാനായിട്ട് പോയേക്കുക. മാമൻ്റെ ഇവിടെ പറഞ്ഞ് ശരിയാക്കി ചോദിച്ചു ബോർഡിംഗ് പാസ് കേട്ടോ. പക്ഷേ ഇനി ചെന്നൈൻ്റെ അവിടെ നിന്ന് ബാഗ്ഡോഗ്ര ബാഗ്ഡോഗ്രയിലോട്ടുള്ള ടിക്കറ്റിനാണെങ്കിൽ പ്രശ്നം. അപ്പോൾ അതെന്തായാലും നമുക്ക് അവിടെ ചെന്നിട്ട് അവർക്ക് ഒന്നും കൂടെ സംസാരിച്ച് കൺവിൻസ് ചെയ്യണം. ഇവിടുന്ന് കൺവിൻസ് ചെയ്തല്ലോ, അപ്പോൾ അവിടെ നിന്ന് കൺവിൻസ് ചെയ്യുന്നതാണ് ഞങ്ങളുടെ പ്രതീക്ഷ. അതുകൊണ്ട് ബാഗ് അതിൽ മുഴുവൻ അവൻ്റെ ഡ്രസ്സാട്ടോ. ഇതിൽ മുഴുവൻ അവൻ്റെ മാത്രം ഡ്രസ്സുള്ളൂ. പിന്നെ ഇത് അവൻ്റെ കളിപ്പാട്ടം. ഞങ്ങളുടെ ഓൾറെഡി കയറ്റി വിട്ട് ബോർഡ് ചെയ്ത് വിട്ട് വാവ കൂളായിട്ട് ഇരിപ്പുണ്ട് കേട്ടോ. ഞങ്ങളിപ്പോൾ ബസ്സിൽ കയറി ഫ്ലൈറ്റ്. അങ്ങനെ ഫൈനലി ഞങ്ങൾ എന്താ പറയാ പ്ലെയിനിൽ കയറാൻ പോവാ. മാമ നേരത്തെ കയറിപ്പോയി. മാമന്റെ ഫ്ലൈറ്റിന് സീറ്റ് നമ്പർ 11 ആയിരുന്നു. ഞങ്ങളുടെ 26. അതുകൊണ്ട് നമ്മൾ നേരത്തെ കയറിപ്പോയി. ഞങ്ങൾ ഇപ്പോഴാണ് കയറി പോണേ. അത് കിട്ടാ എന്തെടുക്കണേപ്പാ? എന്താ കുഷൻ വേണമായിരുന്നാ? ഫസ്റ്റ് ക്ലാസ് എടുക്കണമായിരുന്നല്ലേ? എനിക്ക് ബിസിനസ് ക്ലാസ് എടുക്കാമായിരുന്നു. ഇത് തന്നെ ഇത്രയാ 25 അപ്പോഴാ ബിസിനസ് എത്ര നോക്കി. ഇല്ലേ, ഉണ്ടാവായിരിക്കും, പറയാൻ പറ്റില്ല. നമുക്ക് അറിയില്ലല്ലോ ഉണ്ടാവില്ല. ഇല്ലേ, ഉണ്ടാവില്ലായിരിക്കും. എന്താ അത് കിട്ടാ? येलो कार വേണോ? മന്നെ നോക്കട്ടെ, येलो कार ഉണ്ടോ നോക്കട്ടെ കേട്ടാ. अपनी यात्रा को शीघ्र आप अपने बड़े बैग्स को ऊपर वाले ओवरहेड और छोटे बैग्स को सामने वाली सीट के नीचे रखें. ഒരാൾ ഭയങ്കര കളിയായിരുന്നോണ്ട് അയ്യോ എന്തോ പോയാ റെഡ് കാർ പോയാ. ഇരുന്ന ഒരാളെ എടുത്തു തരൂ കേട്ടോ. Please take your seats and कम होने पर ऑक्सीजन मास्क आपकी कुर्सी के ऊपर लगे पैनल से अपने आप नीचे आ जाएंगे. आप अपनी कुर्सी पर बैठे रहें और ऑक्सीजन का प्रवाह शुरू करने के लिए ऐसे अपनी ओर खींचें और नाक और मुंह ढककर सांस लेते रहें. दूसरों की सहायता करने से पहले अपना मास्क सही तरीके से पहन लें. इस विमान में 8 आपातकालीन द्वार हैं. 2 सामने, 2 पीछे और 4 സീറ്റ് പിടിച്ചിരിക്കണേ. ട്രെയിൻ ഫ്ലൈറ്റ് മൂവ് ആവണുണ്ട് ചെറുതായിട്ട്. അപ്പൊ ഒരാളിവിടെ സീറ്റൊക്കെ പിടിച്ച് കിടന്നുറങ്ങി. അതുകൂടെ കാശ് കൊടുത്ത് ഷീറ്റ് എടുത്തിട്ട് അത് കൊടുത്ത് അങ്ങോട്ട് ടടയുടെ മടി കയറി കിടന്നുറങ്ങണ കണ്ടില്ല അവൻ. അവൻ കഴിഞ്ഞ പ്രാവശ്യം ഇങ്ങനെ തന്നെയായിരുന്നു കേട്ടോ. ഫ്ലൈറ്റ് കയറിയപ്പോൾ തന്നെ അവൻ കിടന്നുറങ്ങി. ഇത് ടേക്ക് ഓഫ് ചെയ്ത് ഉറങ്ങിയിട്ടുണ്ടായില്ല. അവൻ ചാടി കയറി ടടയുടെ മടി കയറി ഇരുന്ന് അയ്യോ ആരുടെയൊക്കെയോ പാത്രം വീണ്. അവന് ഭയങ്കര ഇതൊക്കെ തള്ളിപ്പിടിക്കാനൊക്കെ എൻ്റെ അമ്മോ. അപ്പോൾ ഞങ്ങൾ ചെന്നൈയിലെത്തിയേട്ടോ. നമ്മൾ ചെന്നൈ അപ്പോൾ കുറേ നാൾ പിന്നെ ലോങ് ടൈം ഞാൻ കുറേ നാളായി ചെന്നൈയിലെത്തിയിട്ട്. അയ്യോ വീണ് വല്ല കാര്യം ഉണ്ടായിരുന്നു, വെയിറ്റ് ഉണ്ടായിരുന്നു. ഇനി ഇവിടുന്ന് നേരെ അടുത്ത ബാഗ്ഡോഗ്ര അങ്ങനെ എന്തോ പറഞ്ഞുള്ള പേരാണ്. ഒരു പിടിയില്ല. അതുകൊണ്ട് എന്തായാലും ഫുഡ് കൊടുക്കണം അല്ലേടി.
ഇവിടുത്തെ മിഠായി വെച്ചേക്കണതേക്ക് ഇവിടെ പ്രശ്നം ഉണ്ടാവും തോന്നണം കേട്ടാ. ഡയറക്റ്റ് ഫ്ലൈറ്റ് കയറിക്കോളാനെ പറയണേ. മാമന് അതുകൊണ്ട് അധികം പ്രശ്നം ഉണ്ടാവില്ല. സെക്യൂരിറ്റി ചെക്കിങ് കഴിഞ്ഞിട്ട് ഞങ്ങൾ കയറി കേട്ടാ. മാമന് പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ചെന്നൈ എയർപോർട്ടിൽ ആദ്യമായിട്ടാട്ടാ. ചെന്നൈയിൽ ഞാൻ വന്നിട്ടുണ്ട് കുറേ നാൾ മുമ്പ്. ആദ്യമായിട്ടാണ്. നമ്മുടെ കൊച്ചിൻ എയർപോർട്ടിനെക്കാട്ടും കുറച്ചും കൂടെ ക്രൗഡഡ് ആണ്. പിന്നെ എന്തോ ഒരു ഭയങ്കര ചെറിയൊരു ഡിസോർഡർലി പോലെ ഒരു ഫീലിങ്. എന്താ പറയുക, ഈ ഭയങ്കര എന്താ പറയുക, ഒരു ഭംഗിയില്ല ഇൻറ്റീരിയർ. പക്ഷേ ഇതാണ് മെയിനായിട്ടുള്ള ഇതിലൊന്നാണല്ലോ. അതുകൂടെ നല്ല കുട്ടിയുടെ ദോശ വയ്ക്കണ കണ്ട. നല്ല കുട്ടി. ഒരെണ്ണം കഴിച്ചാൽ മതി. ഒരെണ്ണം കൂടെ കഴിച്ചാൽ മതി. അങ്ങനെയല്ല, ഒരെണ്ണം ഒരു ദോശ അങ്ങനെ തന്നെ കഴിച്ചാൽ. വീഴും വീഴും. ഒരാളെ പെട്ടി പിടിക്കാൻ സമ്മതിക്കണില്ല. നോക്കിക്കേ, അവന് തന്നെ ഓടിക്കണോടാ. അയ്യോ വീഴും മാവേ. അവൻ ലെഫ്റ്റ് ചെയ്യാം അല്ലേലും. അപ്പം ഞങ്ങൾ നേരെ ബാഗ്ഡോപ്പിലാണ് ഇങ്ങോട്ട് പോവാട്ടെ. അപ്പം ഞാൻ അവിടെ ചെന്നിട്ടുള്ള പരിപാടി കാണാൻ ഞാൻ അധികം പൊങ്ങണ വീഡിയോ ഒന്നും എടുക്കുന്നില്ല, കാരണം ഓൾറെഡി ഉള്ള കാരണം കൊണ്ട്. എന്തിനാ തുറക്കാതെ കൂട്ടാ? വെസ്റ്റ് ബംഗാളിൽ ഇറങ്ങിയിട്ട് ഫസ്റ്റ് കാണുന്നത് കേട്ടോ. ഞങ്ങൾക്ക് എയർപോർട്ടിൽ എടുക്കാൻ പറ്റില്ല. എയർപോർട്ടിൽ ഡിഫൻസിൻ്റെ എയർപോർട്ട് ആയതുകൊണ്ട് അവിടെ വീഡിയോ എടുക്കാൻ പാടില്ല. കണ്ടിട്ട് കുഗ്രാമോ തോന്നുന്നു കേട്ടോ. വെസ്റ്റ് ബംഗാൾ അങ്ങനെ അത്രക്ക് വലിയ വലിയ ബിൽഡിങ്ങൊന്നും അല്ല, ചെറിയ ചെറിയ ബിൽഡിങ്ങുകളാണ്. തേയിലത്തോട്ടങ്ങളാട്ടോ നിറച്ച്. പിന്നെ നമ്മുടെ അവിടുത്തെ പണിക്കാരും പിന്നെ വീടുകളൊക്കെ കാണുമ്പോഴേക്കും ചെറിയ ചെറിയ നമ്മുടെ ഈ ആഫ്രിക്കൻ കൺട്രീസിന്റെ സൈഡിലൊക്കെ ഉള്ള വീടുകൾ പോലത്തെ ഒരു ചെറിയ ടച്ച് ഉണ്ട്. എല്ലാരും ഡാർജിലിംഗ് കാണാൻ വന്നേക്കണ. ഇവിടുത്തെ ടോള് കണ്ടെങ്കിൽ തേയിലത്തോട്ടം നാട്ടെ. പിന്നെ ഒട്ടും ബ്ലോക്കില്ല. നമ്മുടെയൊക്കെ ഇവിടെയൊക്കെ വണ്ടി പിടിക്കുന്ന ആൾക്കാർക്ക് ഭാഗ്യമൊന്നുണ്ട്. നമ്മുടെ അവിടെ മാത്രം നല്ല മൈലേജ് കിട്ടും. ഒരു ബ്ലോക്കും ഇല്ല. ഒന്നോ രണ്ടോ വണ്ടികൾ വന്ന് പോയാൽ പോയി. ഞങ്ങൾ കുറേ ഇങ്ങോട്ട് പോകണം കേട്ടോ. ഒരു ഏകദേശം 2 കിലോമീറ്ററോളം ഉണ്ട്. കുറച്ചും കൊണ്ട് നീങ്ങി. കടകളും ഇല്ല, വീടുകളും ഇല്ല, ഒന്നും ഇല്ല കേട്ടോ. അല്ല 2 കിലോ ശരി 2 മണിക്കൂറുകളുണ്ട് യാത്ര. കടകളൊന്നും കാണാനില്ല. അതേ വീട് കുഞ്ഞു കുഞ്ഞു മറ്റേ വെള്ളമില്ല. ആ മേളിൽ നോക്കിയപ്പോഴേക്ക് ഈ കുറച്ച് ഒരു ചെറിയൊരു ടൗൺ പോലെ, ചെറിയൊരു ടൗൺ തല്ലട്ട പറഞ്ഞു കഴിഞ്ഞിട്ട്. പക്ഷെ അതൊന്നും ക്ലിയർ ആവണില്ല. അപ്പുറത്തൊന്നും ഇല്ല, അപ്പുറത്ത് പാടങ്ങളാണ്. ഒരു പ്രത്യേക ടൈപ്പ് ഓട്ടോറിക്ഷ കണ്ടു. 1 കിലോമീറ്റർ ഓടിച്ചിട്ടാട്ടോ എത്തിയത്. 1 കിലോമീറ്ററോളം വന്ന് സ്ട്രെയിറ്റ് റോഡ്, എങ്ങോട്ടും നിർത്താനില്ല. അപ്പുറത്ത് തേയിലത്തോട്ടം കുറെ പാടങ്ങളും. ഈ വണ്ടിയിലാട്ടോ ഞങ്ങള് കറങ്ങാൻ പോണേ. അത് പപ്പ മമ്മി മാമ പുറകിൽ വരുന്നു. കുറെ അതേ കണ്ട ടുക്ക് കണ്ട ഇലക്ട്രിക്കിന്റെ ഫുഡ് കഴിക്കാൻ കയറിയൊക്കെ അങ്ങനത്തെ ഫുഡാന്നൊക്കെ കണ്ടറിയാം. നോക്കാം, കുഴപ്പമൊന്നും ഉണ്ടാവില്ല. ഫ്രണ്ട്സ്, ഇതാണ് ഞാൻ പറഞ്ഞ ടുക്ക് കണ്ട. അടുത്തടുത്ത് കാണാൻ പറ്റില്ല ടുക്ക് കണ്ട. ഇവിടെ 2 പേർക്ക് ഇരിക്കുക. വണ്ണം കുറഞ്ഞാണെങ്കിൽ 3 പേർക്ക് ഇരിക്കുക. ഇവിടെ അങ്ങ് ഇരിക്കുക. ഇവിടെ കണ്ട ഇലക്ട്രിക്കാണ്. 10 രൂപ ഒരാൾക്ക്. അതാണ് ഇതിൻ്റെ സംഭവം. 10 രൂപ ഒരാൾക്ക് റൈഡ്. നമുക്ക് ഒരു ദിവസം കയറാൻ ടൈം കിട്ടുമെന്ന് അറിയില്ല, എന്നാലും കയറി നോക്കാട്ടോ ഒരു ദിവസം പറ്റുമെങ്കിൽ. ഇലക്ട്രിക്കാ. നമ്മുടെ ഇന്തോനേഷ്യയിലൊക്കെ ഉള്ള പോലെ അല്ലേ. കൊള്ളാം. ഫുഡ് കഴിച്ചിട്ട് ഇറങ്ങിയേട്ടാ.
ഫുഡ് കഴിച്ചിട്ട് ഇറങ്ങി. പക്ഷേ വീഡിയോ എടുക്കാൻ പറ്റില്ല ഗൈസ്. വീഡിയോ എടുക്കാനൊരു വിശത്ത് കത്തിരിക്കുമായിരുന്നു. കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മുടെ ഒരു നല്ല കുറച്ചൊക്കെ കേരള സ്റ്റൈലും ബംഗാളി സ്റ്റൈലും കൂടെ കൂടിച്ചേർത്തുള്ളൊരു ഫുഡ് ഞാനൊക്കെ ആയിട്ട് കുഴപ്പമുണ്ടായില്ല. ഇതാണ് ഞാൻ ഇട്ട ഡ്രസ്സ് ഗൈസ്, കണ്ട കുഴപ്പമില്ല. 190 രൂപയുടെ ബനിയൻ, പഴയ പന്നാക്ക് ജീൻസ്, പഴയ ഷൂ. ഇത് സൈഡില് കൊറേ മണിക്കൂറുകൾ ഇങ്ങനെയൊക്കെ തന്നെ ഇടാം. പിന്നെ കുറച്ച് തേയിലത്തോട്ടം വരും, പിന്നെ കൊറേ ഇതേപോലത്തെ പ്ലെയിൻ റോഡുകളും കിലോമീറ്റേഴ്സ് ആൻഡ് കിലോമീറ്റേഴ്സ്. നല്ല പ്ലെയിൻ റോഡ്. കുറെ നേരം കഴിഞ്ഞിട്ട് ഒരു ചെറിയൊരു ടൗൺ കണ്ടേട്ടാ. ഇവിടെയാണ് ഞാൻ ആൾക്കാരെ കണ്ടേട്ടോ. ഇത്രയും ആൾക്കാർ കുറെ മണിക്കൂറുകൾക്ക് ശേഷം. ഇത് കണ്ട വീട് കണ്ട, ഫുള്ള് കോമ്പൗണ്ട് അടച്ചിട്ടുള്ള ഒരു വീട്. ഞങ്ങളുടെ ഡ്രൈവറിന്റെ ഉള്ളോട്ട് കയറിപ്പോ എന്തോ ആവശ്യത്തിന് വേണ്ടിട്ട്. എന്തോ ഇതാട്ടാ ബോർഡറിന്റെ അവിടുത്തെ BSF ക്യാമ്പ്. ഞങ്ങൾ ആരും കണ്ടില്ലെങ്കിൽ കണ്ടോ ബോർഡർ സെക്യൂരിറ്റി. ഞങ്ങൾ അതിൻ്റെ ഉള്ളോട്ട് കയറി പോവാണ്. കാണിച്ചത് കാണിച്ചു. ഞാനാ മിലിറ്ററിക്കാരെടുക്കാനായിട്ടാ. ഓ ഇതിൻ്റെ ഉള്ളിൽ പോയി റോഡൊക്കെ കുത്തിരിയാണ്. പക്ഷെ ഇതേ പഴയ കാലത്തെ ബിൽഡിങ്ങുകൾ, പ്രേതാലയം പോലത്തെ ഉണ്ടോ. മനുവിനടുത്ത് ഞാൻ ഓടിക്കും. ഇതാണ് കോട്ടേഴ്സ്. ഇതാണ് ഞങ്ങളുടെ കോട്ടേഴ്സ്. കോട്ടേഴ്സ് അല്ല, ഗസ്റ്റ് ഹൗസ് ആണ്. BSFകാരുടെ കോട്ടേഴ്സ് എന്ന് പറയാൻ പറ്റില്ല, ഗസ്റ്റ് ഹൗസ്. ഇതാട്ടോ ഒരു നോർമൽ ആയിട്ടുള്ളൊരു കുഞ്ഞാപ്പിക്കൊരു ഹാള്. അവിടെ ഒരു കണ്ണാടി ഉണ്ട്. ഇവിടെ ഒരാൾക്ക് കുറച്ച് പേർക്ക് കിടക്കാം. രണ്ട് ഇവിടെ റൂമുണ്ട്. ഇവിടെ റൂമിൻ്റെ ഒരു ചെറിയൊരു ബാൽക്കണി, കുഞ്ഞാപ്പിക്കൊരു ബാൽക്കണി. ഇവിടെ ഡ്രസ്സൊക്കെ ഇങ്ങനെ വിരിച്ചിടാം. കൊതുക് നല്ല കൊതുകാട്ടാ, ചില്ലറ കൊതുകൊന്നുമല്ല, ചമ്മടക്കാട്ടെ കൊതുക. പിന്നെ അതിവിടെ ഒരു റൂമുണ്ട്, 2 ബെഡ്റൂം. ഇവിടെ ഒരു റൂമുണ്ട്. ബാത്റൂം കേരള സ്റ്റൈലാട്ടാ. പിന്നെ ഒരു കുഞ്ഞാപ്പിക്കിരി, ഒരു മിനിറ്റ് ഇവിടെ ലൈറ്റ്. കുഞ്ഞാപ്പിക്കിരി കിച്ചൺ. ഇവിടെ പിന്നെ ഞങ്ങൾക്ക് 2-3 ദിവസത്തേക്ക് ഒരാഴ്ചത്തേക്ക് ഉള്ളവരുടെ കൊണ്ട്, ഒരാഴ്ച ഇല്ല, ഞങ്ങൾ വേറെ വേറെ സ്ഥലങ്ങളിലൂടെ പോകും. ഇതൊക്കെയാണ് അപ്പം BSFകാരുടെ ഒരു ഇത് സെറ്റപ്പ്. അപ്പം അത് കൂട്ടുള്ള കണ്ട ചിപ്സും അതൊക്കെ കഴിക്കട്ടോ. ഭയങ്കര വിശന്ന് പാവം. 4 മണി 5 മണി വരെ ഒന്നും കഴിക്കാണ്ടിരുന്നട്ടാ ഈ ട്രാവൽ തന്നെ ആയതുകൊണ്ട്. അത് കഴിഞ്ഞിട്ട് നല്ല ചോറും ചിക്കൻ കറിയൊക്കെ കഴിച്ച് ഇതിപ്പോൾ വീട്ടിൽ വന്നിട്ട് ഒരു കപ്പ് കേക്ക്, ടീ കേക്ക് അല്ലടി, ടീ കേക്ക് കംപ്ലീറ്റ് തീർത്ത്. പിന്നെ ഇപ്പോൾ ചിപ്സ് കഴിക്കണ്. ഇതൊക്കെയാണ് അതുകൊണ്ടെൻ്റെ ഇന്നത്തെ പരിപാടികൾ. അപ്പോൾ ഞങ്ങൾ ഇന്ന് ടയേർഡായിട്ടോ. അപ്പോൾ ഞങ്ങൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇതിലൂടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ടാറ്റ. പക്ഷേ അതിനൊപ്പം ഒരു കാര്യം പറയാനുണ്ട്. നാളെ ഞങ്ങൾ നേപ്പാളിലോട്ട് പോവുക. നേപ്പാൾ കുറച്ചൊന്ന് കറങ്ങി കുറച്ച് ഷോപ്പിംഗ് ഒക്കെ. അപ്പോൾ ആ വീഡിയോ ഉണ്ടാവും. ഒരാഴ്ച ഞങ്ങൾ എന്തായാലും ഇവിടെ ഉണ്ട്, ഒരാഴ്ച കൂടുതലുണ്ട്. അപ്പോൾ ഞങ്ങൾ ഓരോരോ വീഡിയോ ഓരോരോ ആഴ്ചയിലായിട്ട് ഇടാനായിട്ടാണ് പരിപാടി. അപ്പോൾ എന്തായാലും എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. ടാറ്റ കൊടുക്കടി, ടാറ്റ കൊടുക്ക്. രണ്ടുപേരും കൂടെ മടി കിടന്ന് സുഖമായിട്ടിരിക്കണോക്ക്.